സ്വത്തുകൾ ഉണ്ടാവുക എന്നുള്ളതല്ല റിയാലിറ്റി. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം, ആ സന്തോഷം ഉണ്ടാക്കുന്നത് നമ്മളാണ്, സങ്കടം ഉണ്ടാക്കുന്നത് നമ്മളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ കൊണ്ടോ, അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, നമുക്കൊരു പ്ലാൻ വേണം, നമുക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കൃത്യസമയത്ത് എത്താൻ സാധിക്കുള്ളൂ എന്ന്. ഇപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം പറയാം. 2:15 എന്റെ മകള് പാലേന്ന് ബസ് കയറിയതാണ്, കോട്ടയം പാലേന്ന്. 2:15 ബസ് കയറിയിട്ട് കൃത്യസമയം 8 മണിക്ക് കോട്ടക്കൽ ചെങ്കുവട്ടിക്കൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അത് ഇന്ന സമയമാകുമ്പോൾ മാനന്തവാടിക്ക് പോണ ബസ്സാണ്. ആ ബസ്സിന് ഓരോരോ സ്റ്റോപ്പുകളുണ്ട്. നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ അങ്കമാലിയാണ് എത്തിയത് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റെപ്പായിട്ടാണ് വരിക. ഇന്ന സമയമാകുമ്പോൾ ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ളൊരു പ്ലാനിങ് ആ വണ്ടിയുടെ ഡ്രൈവർക്കും ആ വണ്ടിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ടീമിനുണ്ട്. നമ്മൾ അതനുസരിച്ചിട്ടാണ് ഇവിടുന്ന് ഓട്ടോ വിട്ടത്. നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഓട്ടോ വിട്ടത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മോളെ കൊണ്ടുവരാൻ വേറെ വണ്ടി വിട്ടത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പോയാൽ ഇന്ന് ഈ ക്ലാസ് മുടങ്ങും, അതുകൊണ്ട്. അപ്പോ നമ്മളെ എപ്പോഴും എന്താ വെച്ചാൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ഒരു ലക്ഷ്യം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എവിടെ എത്താൻ സാധിക്കില്ല. ഒരു ലക്ഷ്യം ഉണ്ടാകും, കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാക്കണം. നമുക്ക് രണ്ട് രീതിയിൽ ജീവിച്ച് തീർക്കാൻ പറ്റും. ഒന്ന്, ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇങ്ങനെ പോവാം, അതായത് ഈ പോണ പോക്ക് ഇങ്ങനെ പോയിട്ട് തീർക്കാം. രണ്ട്, നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് പോകാം. ഈ ഡിഫോൾട്ടായിട്ട് പോകാറ് അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു പണിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണോ പോകുന്നത് അതേപോലെ അങ്ങനെ പോയാൽ മതി. അത് ഉണ്ടെങ്കിൽ അങ്ങനെ പോകാം, ഇല്ലെങ്കിൽ അങ്ങനെ പോവാം, അത് നമുക്ക് പ്രശ്നമല്ല. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ പോകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മുന്നേ നമ്മൾ എങ്ങനെയാ പോയിരുന്നത്, അങ്ങനെ പോവാം. എന്നാൽ നമുക്ക് സന്തോഷത്തോടു കൂടി എനിക്ക് ജീവിക്കണം, എല്ലാ പ്രതിസന്ധികളെയും എനിക്ക് തരണം ചെയ്യണം, എല്ലാവരോടും കരുണയുള്ളവരായി മാറണം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിനെ നമ്മൾ ഡിസൈൻ ചെയ്യാം. ഇത് രണ്ട് ഓപ്ഷനാണ്. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് വാക്കുകളാണ്. നമുക്ക് ഡിഫോൾട്ടായിട്ടും പോകാം, ഡിസൈൻ ചെയ്തും പോകാം. അത് നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ ലോകം നമ്മൾ സൃഷ്ടിക്കുന്നത്. നമ്മളുടെ ലോകം സൃഷ്ടിക്കുന്നത് നമ്മൾക്കുള്ളിലെ ചിന്തകളാണ്. ആ ചിന്തകളിൽ നിന്നാണ് ഓരോ മനുഷ്യന്റെയും ലോകം അയാൾ സൃഷ്ടിക്കുന്നത്. ഒരേ കാര്യത്തെ വ്യത്യസ്ത കണ്ണുകളോടുകൂടി വ്യത്യസ്ത രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിൽ നിന്ന് നമ്മളൊരു കാര്യം കാണുമ്പോൾ ഒരാൾക്ക് ഒരു രീതിയിൽ അയാൾ അസ്യൂം ചെയ്യും, മറ്റൊരാൾ വേറെ രീതിയിൽ അസ്യൂം ചെയ്യും. എന്നാൽ ചെയ്ത ആളുകൾക്കോ അല്ലെങ്കിൽ ആ നിർമ്മിച്ച ആൾക്കോ അതിന്റെ യഥാർത്ഥ രൂപം അയാൾക്ക് മാത്രമേ അറിയുള്ളൂ, അയാൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പൊ നമ്മളെ ചിന്തകളിൽ നിന്നാണ് ഏതൊരു കാര്യം വന്നാലും നമ്മൾ അതിനെ കെട്ടതാണോ അല്ലെങ്കിൽ അതിനെ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നതും, അത് എനിക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് തീരുമാനിക്കുന്നതെല്ലാം നമ്മളുടെ ചിന്തകളിൽ നിന്നാണ്. അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, പ്രയാസങ്ങൾ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല, പ്രതിസന്ധികളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. പക്ഷേ എങ്ങനെയാണ് ആ പ്രശ്നം ഉണ്ടായത്, എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടായത്, എങ്ങനെയാണ് എനിക്ക് വിഷമം ഉണ്ടായത്, നമ്മൾ ആ വിഷമത്തിലേക്കല്ല നോക്കുക, അതിന്റെ സൊല്യൂഷനിലേക്കാണ് നോക്കുക. എന്നാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയാലും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ പ്രശ്നത്തിന്റെ അകത്തുണ്ട്. നമ്മൾ ആ പ്രശ്നത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ആ പ്രശ്നം ഉണ്ടായത്, ഇനി ഞാൻ അത് ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചിട്ട് നീങ്ങുകയാണെങ്കിൽ, ഡിസൈൻ ചെയ്ത് നീങ്ങുകയാണെങ്കിൽ നമ്മളുടെ പ്രശ്നത്തെ നമുക്ക് അവസരങ്ങളാക്കി മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളെ നമുക്ക് എന്നും പ്രയാസങ്ങളാക്കിക്കൊണ്ടേയിരിക്കും. എന്ത് ചെറിയ കാര്യം പോലും നമുക്ക് പ്രയാസങ്ങളാക്കി മാറ്റും. കാരണം നമ്മൾ വീട്ടില് എല്ലാവരും ഇപ്പൊ നമ്മൾ വീട്ടിൽ നമ്മളെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് ജോലി ഉണ്ടാവും, ഒരുപാട് അംഗങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല. പക്ഷെ ആ ജോലി ഉള്ള ആളെ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെടുകയും അവർക്ക് എന്തെങ്കിലും പരിഗണന കിട്ടുന്നത് കണ്ടിട്ട് നമ്മൾ അതിനുവേണ്ടി സങ്കടപ്പെടുകയും അവരെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാണ് സത്യത്തിൽ നമുക്കുള്ള അസ്വസ്ഥത ഉണ്ടാക്കിയത്. നമ്മൾ അതിനെ അസ്യൂം ചെയ്തിട്ട് ചെയ്തതാണ്.
അതുകൊണ്ട് നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ ലോകം സൃഷ്ടിക്കുന്നത്. സന്തോഷത്തോടു കൂടി പോകുന്ന ലോകമാണോ എനിക്ക് വേണ്ടത്, അതോ സങ്കടത്തോടു കൂടി പോകുന്ന ലോകമാണോ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഡിഫോൾട്ടായിട്ട് നമുക്ക് ജീവിതം തീർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടും തീർക്കാം. ഡിസൈൻ ചെയ്തിട്ട് തീർക്കുമ്പോൾ കുറച്ച് പണിയെടുക്കണം. എന്താ കാരണം, നമുക്ക് നമ്മളുടെ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാൻ നമുക്ക് മസിൽ പവറും അല്ലെങ്കിൽ നമുക്ക് കായിക ബലവും അധ്വാനവും ഒക്കെ ഉണ്ടായാൽ മതി. പക്ഷെ നമ്മളെ റെഡിയാക്കാൻ മാത്രം നമുക്കത് പോരാ. നമ്മളെ കുട്ടി എന്തെങ്കിലും ചെയ്തു, എന്തെങ്കിലും ഒരു വികൃതി കാട്ടിയാൽ കുട്ടിയെ നമുക്ക് അടിച്ചമർത്താം. എന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു, ഞാൻ ചെയ്തതിനെ എനിക്ക് അടിച്ചമർത്തണമെങ്കിൽ എനിക്ക് എന്റെ കായിക ബലം കൊണ്ട് കാര്യമില്ല. എന്റെ മനസ്സിന്റെ ശക്തി കൊണ്ട്, എന്റെ ചിന്തകളെ കൊണ്ട് മാത്രമേ എനിക്കതിനെ നേരിടാൻ സാധിക്കുള്ളൂ. ഏതൊരു പരാജയത്തിനെയും ഏതൊരു കാര്യത്തിനെയും നമുക്ക് കിട്ടുന്ന അവസരങ്ങളാക്കി, ഒരു പോസിറ്റീവ് തിങ്കിങ്ങിനുള്ള അവസരങ്ങളാക്കിക്കൊണ്ട് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. വിജയം എന്ന് പറയുന്നത് നമ്മളുടെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമാണ്. ഏറ്റവും വലിയ വിജയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നത് തന്റെ മനസ്സിന്റെ വിശാലത കൊണ്ട് സമ്പന്നനായ ഒരാൾക്ക് മാത്രമാണ്. നമ്മളുടെ കൂട്ടുകാരൻ വിഷമിച്ചിരിക്കുമ്പോൾ, കൂട്ടുകാരി വിഷമിച്ചിരിക്കുമ്പോൾ അവർക്കൊരു നല്ല സാന്ത്വനത്തിന്റെ വാക്ക് പറയാം. അതേസമയം നമുക്ക് നേരെ തിരിച്ച് ചിന്തിക്കാം, അവരെ നമുക്ക് കുത്തി പറയാം. കുത്തി പറയുമ്പോൾ എന്താണ്ടാവുക, അയാൾക്കും വേദനിക്കും, നമ്മൾക്കൊരു ആശ്വാസം കിട്ടുമെന്ന് താൽക്കാലികമായിട്ട് നമ്മൾ കരുതും. പക്ഷെ അതിലെ വലിയ വിഷമം അപ്പുറത്ത് നമ്മളെ തേടി കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മളുടെ ലോകവും എന്താവും, അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും, മലിനസമായിക്കൊണ്ടേയിരിക്കും. ചിന്തകളിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. നമുക്കൊരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ നമുക്ക് നമ്മളുടെ രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യും. എന്നാൽ യാഥാർത്ഥ്യത്തെ നമുക്കറിയില്ല. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ അതിനെ അസ്യൂം ചെയ്താൽ നമ്മളുടെ ലോകം വളരെ മലിനസമായ ലോകമായി മാറും. ചിന്തകളിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ലോകം സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ അയാളുടെ സാഹചര്യങ്ങളിൽ നിന്നല്ല സത്യത്തിൽ ഉണ്ടാവുന്നത്. കാരണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇതുവരെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ചില കാര്യങ്ങൾ നമ്മളെ നിർദ്ദേശിക്കാനൊക്കെ നമുക്ക് പല ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഇതില്ലാത്ത സമയമാകുമ്പോൾ നമ്മളങ്ങോട്ട് തീരുമാനിക്കലാണ്, നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യലാണ്, നമ്മൾ അതിനങ്ങോട്ട് ഊഹിക്കലാണ്. അങ്ങനെ ആയിരിക്കും, അതാണ് സംഭവം, അങ്ങനെയാണ് എന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഞാൻ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ സോഷ്യൽ മീഡിയയില് ഇപ്പൊ നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. ഒരു ബസ്സിലെ ജീവനക്കാരൻ ഒരു പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണം കളഞ്ഞു പോയത് കിട്ടിയപ്പോ അതിന്റെ സന്തോഷത്തിൽ ആ കുട്ടി അയാളെ കിസ് ചെയ്യുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെ നമുക്ക് പല രീതിയിലും വ്യാഖ്യാനിക്കാം. സോഷ്യൽ മീഡിയ പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ അറിയൂ. അതിലൊന്നുമല്ല, നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വിഷമത്തിന്റെ പേരിൽ ഇരിക്കുമ്പോ ആരെങ്കിലും ഒരാൾ നമ്മളെ തലോടുകയോ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സഹായിക്കാനോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന സമയത്ത് അത് ആര് എന്നുള്ളത് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ആ സഹായിക്കാൻ കാരണക്കാരനായ ആളെ ചിലപ്പോൾ എല്ലാ പരിസരവും മറന്നുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അതിന്റെ സന്തോഷ പ്രകടനം നടത്തിയേക്കാം. ആളുകളെ എന്ത് ചിന്തിക്കും? നമ്മൾ കാണുന്ന ആളുകൾക്ക് നമ്മളുടെ ലോകം സൃഷ്ടിക്കാം. നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണോ അതനുസരിച്ചിട്ടിരിക്കും ആ കാര്യം. നമ്മുടെ ചിന്തകൾ എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമ്മളുടെ ലോകം സൃഷ്ടിക്കാം. നമുക്കതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് ആരോടെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ആരെങ്കിലും എന്താ പറയാ, ആരെങ്കിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലാണ് നമ്മളുടെ ലോകം നമ്മൾ നല്ല രീതിയിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളെ വില പണിയെടുക്കണം. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പഠിക്കണം. ഞാൻ ആ വേദന അയാൾക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കാണ് അങ്ങനെ ഒരു വേദന വന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ചിന്തകളുടെ ശക്തി എന്ന് പറയുന്നത് ഒരു കുതിരയുടെ വേഗത്തിലേറെ ഓടാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്.
കാരണം നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളും നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ എല്ലാവരും കാണുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. നെഗറ്റീവ് പെട്ടെന്ന് കയറും നമ്മുടെ ഉള്ളിലേക്ക്. ആ നെഗറ്റീവ് കയറുന്നതോട് കൂടി നമ്മളുടെ ചിന്തകൾ മലിനസമാകും. പിന്നെ അവിടെ അങ്ങോട്ട് നമ്മൾ സൃഷ്ടിക്കുന്ന ലോകം എന്ന് പറയുന്നത് നമ്മളുടെ ലോകം എപ്പോഴും സങ്കടവും ദുഃഖവും പ്രയാസവും നിറഞ്ഞതായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ നിന്നാണ് പിന്നെ നമ്മുടെ എല്ലാ പെർഫോമൻസും ഉണ്ടാവുക. ആ പെർഫോമൻസുകൾ നമുക്ക് റിസൾട്ട് ഇല്ലാതാക്കി മാറ്റും. നമ്മളുടെ ജീവിതത്തിനെ എപ്പോഴും നമുക്ക് ദുസ്സഹകരമായി മാറ്റിക്കൊണ്ടിരിക്കും. സങ്കടത്തിന്റെയും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയും നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. ഇതിനെല്ലാം കാരണം നമ്മളുടെ ചിന്തകളാണ്. ആ ചിന്തകളെ ഓരോരുത്തരും നിയന്ത്രിക്കാൻ പഠിച്ചാൽ, ആ ചിന്തകളെ നമുക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ പഠിച്ചാൽ, നമ്മൾ സ്വമേധയാ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറായാൽ നമ്മളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറി മറിയും. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് കുറച്ച് പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. കാരണം നമ്മൾ അപ്പുറത്തേക്ക് തിരിഞ്ഞാലും ഇപ്പുറത്തേക്ക് തിരിഞ്ഞാലൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം അല്ല എന്നുണ്ടെങ്കിൽ, നമ്മളത് അറിയേണ്ടത് കാര്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കണം. നമ്മൾ അതിനെ എത്രത്തോളം തലയിലേറ്റുന്നോ അത്രത്തോളം നമ്മളാണ് അസ്വസ്ഥരാവുക. ഓരോ മനുഷ്യന്റെയും ലോകം അയാളുടെ ചിന്തകളിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്നു. നല്ല ചിന്തകൾ നല്ല ലോകം സൃഷ്ടിക്കപ്പെടുന്നു. കെട്ട ചിന്തകൾ അല്ലെങ്കിൽ ചീത്ത ചിന്തകൾ അയാളുടെ ലോകം മലിനസമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ പ്രത്യേകത. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോ ബസ്സിൽ കോഴിക്കോട് പോവുകയാണെങ്കിൽ നമ്മൾ ആ മുന്നേക്കാ നെളിയമ്പറമ്പ് എത്തുന്ന സമയത്ത് ഒരു ദുർഗന്ധം മ്യൂട്ടാളല്ലേ, ഓക്കെ, ദുർഗന്ധം നമ്മുടെ മുക്കിലേക്ക് വരും. എന്നാൽ ആ സ്ഥലത്ത് ഒരു അത്തറ് കച്ചവടക്കാരൻ കുറച്ച് അപ്പുറത്തുണ്ടെങ്കിൽ ആ അത്തറ് വിൽക്കുന്ന ആളുടെ കടലിന്റെ അടുത്ത് കൂടെ പോയതെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും. എന്താ കാരണം? എന്തിനാണോ കാറ്റ് തഴുകി വീശുന്നത് അതാണ് നമ്മളിലേക്ക് എത്തുക. ആ കാറ്റ് എന്തിലൂടെയാണോ സഞ്ചരിച്ചത് അതിന്റെ പ്രതിഫലനമാണ് നമുക്ക് കിട്ടുക. തീർച്ചയായിട്ടും ഒരു നല്ല ചന്ദന മരത്തിന്റെ കാട്ടിലൂടെ ഒരു കാറ്റ് വീശുമ്പോൾ ആ ചന്ദനത്തിന്റെ സുഗന്ധം നമ്മളിലേക്ക് എത്തിപ്പെടും. അതുപോലെ തന്നെ മലിനസമായിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെയാണ് കാറ്റടിച്ചു വന്നതെങ്കിൽ കാറ്റ് എല്ലാം സെയിമാണ്. പക്ഷെ അത് എന്തിനാണോ തഴുകി തലോടി വന്നത് അതനുസരിച്ച് ദുർഗന്ധം നമ്മളിലേക്ക് കയറും. നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഇങ്ങനെ ദുർഗന്ധം നിറഞ്ഞ ഒരു മനസ്സുമായിട്ട് ആരൊക്കെയാണോ നടക്കുന്നത് അവരുടെ ജീവിതം എന്നും ദുരിതവും സങ്കടവും പ്രയാസവും നിറഞ്ഞതായി. ഈ ലോകം അങ്ങനെയാണ്. ഓരോരുത്തർക്ക് ഓരോ ലോകമാണ്. മുംതാസിന്റെ ലോകമല്ല മുബഷിറിന്റെ ലോകം. മുബഷിറിന്റെ ലോകം മുബഷിറ സൃഷ്ടിച്ചതാണ്. മുംതാസിന്റെ ലോകം മുംതാസ് സൃഷ്ടിച്ചതാണ്. ദീപന്റെ ലോകം ദീപ സൃഷ്ടിച്ചതാണ്. ഓരോരുത്തർ അഫ്നാശറിന്റെ ലോകം അഫ്നാശറിൻ സൃഷ്ടിച്ചതാണ്. ഓരോരുത്തരും അവരവർ സൃഷ്ടിക്കപ്പെട്ടതാണ് അവരുടെ ലോകം. ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായോ അതിൻ്റെ എല്ലാം കാരണങ്ങൾ, മൂലകാരണങ്ങൾ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത്. ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, എൻ്റെ മുന്നിലേക്ക് ഒരു പ്രോബ്ലവും ഒരു പ്രശ്നവും അതിനെ സൊല്യൂഷൻ കണ്ടെത്താൻ 1 മണിക്കൂറും എനിക്ക് ലഭിക്കുകയാണെങ്കിൽ 55 മിനിറ്റും ഞാൻ ആ പ്രോബ്ലത്തെ കുറിച്ച് പഠിക്കാനാണ് ശ്രമിക്കുക. സൊല്യൂഷന് വേണ്ടി ഞാൻ വെറും 5 മിനിറ്റ്സ് 5 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ എന്നാണ്. നമ്മൾ നേരെ തിരിച്ചാണ്. എന്താണ് സൊല്യൂഷൻ എന്നാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പ്രശ്നം എന്താണ് അത് ആദ്യം നമ്മൾ അറിയാം. അതിനല്ലേ സൊല്യൂഷൻ ഉണ്ടാവേണ്ടത്. എനിക്ക് വേദന ഉണ്ട്, എന്തുകൊണ്ടാണ് വേദന അതറിഞ്ഞാലല്ലേ. എവിടെയാണ് വേദന അപ്പോഴല്ലേ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. എനിക്ക് പനിയുണ്ട്, പനിക്ക് മരുന്ന് കുടിച്ചു, ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് പനി വരുന്നത്? എപ്പോഴും അത് വരുന്നുണ്ട് ഇടക്കിടയ്ക്ക്. അത് ചെക്ക് ചെയ്ത് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സിന്റെയും അവസ്ഥ. മനുഷ്യന്റെ മനസ്സ് കൊടുക്കുന്ന എനർജിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുഷ്യന്റെ ബ്രെയിനും വർക്ക് ചെയ്യുന്നത്.
അത്ഭുതങ്ങൾ നിറഞ്ഞ ലോകം നമ്മളുടെ തലയിൽ ഏറ്റിക്കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ അത് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, അതിന് ഏറ്റവും മികച്ചതായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ഊർജം ലഭിക്കേണ്ടത് നമ്മളുടെ ചിന്തകളിൽ നിന്നാണ്, നമ്മളുടെ മനസ്സിൽ നിന്നാണ്. അങ്ങനെ ചിന്ത വരുമ്പോ ഓരോ മനുഷ്യന്റെ മസ്തിഷ്കവും അതനുസരിച്ച് പ്രവർത്തിക്കൽ തുടങ്ങും. ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അയാൾ ഉയരങ്ങൾ കീഴടക്കുന്നതും അയാൾ പൊട്ടിത്തകരുന്നതും. സാമ്പത്തികമല്ല ഞാൻ പറഞ്ഞ, മാനസികമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. സാമ്പത്തികം എന്ന് പറയുന്നത് എല്ലാവർക്കും സമ്പത്ത് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല, എല്ലാവരും പോലും സമ്പത്ത് ഉണ്ടാവണം എന്നൊന്നുമില്ല, എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാക്കാനുള്ള കഴിവൊന്നും കൊടുത്തിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ലോകം നമ്മൾ തന്നെ സൃഷ്ടിക്കണം. അതിന് മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടും മറ്റുള്ളവരെ കുത്തിയിട്ടും മറ്റുള്ളവർക്ക് ഉള്ളതിനെ കണ്ടിട്ട് അതിൽ സങ്കടപ്പെട്ടിട്ടും ഇരിക്കുന്നവന് യാതൊരു കാരണവശാലും അത് നേടിയെടുക്കാൻ സാധിക്കില്ല. എല്ലാ കാര്യവും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് തീർക്കണമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ, എല്ലാ കാര്യവും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണമെന്നും ഞാനില്ലാത്ത ഒരു പരിപാടി നടക്കരുത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സങ്കടപ്പെടാൻ മാത്രമേ സമയമുണ്ടാവൂ. നമുക്ക് നല്ലത് ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. നമ്മളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഒരു ഏരിയ ഉണ്ട്, നമുക്ക് പറ്റുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലാണ് നമ്മൾ ഏറ്റവും നല്ല പ്രാഗൽഭ്യം കാണിക്കേണ്ടത്. നമ്മളെ വീട്ടിൽ കുറെ അംഗങ്ങളുണ്ട്. ആ അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം ഞാൻ അറിയണം, എല്ലാം ഞാൻ അറിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ, ഞാൻ പറഞ്ഞ രൂപത്തിലേ ചെയ്യാൻ പാടുള്ളൂ. എന്നോട് അത് പറഞ്ഞില്ല, എന്നോട് ഇത് പറഞ്ഞില്ല, ഞാൻ അറിയാതെയാണോ കല്യാണം വിളിച്ചത്, ഞാൻ അറിയാതാണ് പ്രോഗ്രാം വെച്ചത്, ഞാൻ അതിന് പോകൂല, ഞാൻ അതിന് ചെയ്യൂല, ഞാൻ അതിന് ഡ്രസ്സ് എടുക്കൂല, ഞാൻ അവരെ കൂടെ പോകൂല എന്ന് ചിന്തിച്ചാൽ ആർക്ക് പോയി? നമുക്ക് പോയി. ആർക്കാണ് സങ്കടം? നമുക്ക് മാത്രം. വേറുള്ളവരൊരു വേദനിപ്പിക്കാം എന്ന് നമ്മൾ കരുതുമ്പോൾ കുറച്ച് സമയം അയാൾക്കും വേദന ഉണ്ടായേക്കാം, പക്ഷെ അതിന്റെ ഇരട്ടി വേദന നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് പറയാണ്, നമ്മളുടെ ചിന്തകളാണ് ഓരോ പ്രശ്നത്തിനെയും നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു പ്രശ്നം ഉണ്ടായി, ഒരു പ്രയാസം ഉണ്ടായി, ഒരു ബുദ്ധിമുട്ടുണ്ടായി, ആ സമയത്ത് അതിനെ നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതനുസരിച്ചിട്ടിരിക്കും അതിൽ നിന്നുണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അതനുസരിച്ചിട്ടാണ് അതിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാവുക. ആ എനർജിയാണ് നമ്മളുടെ ലോകം സൃഷ്ടിക്കുന്നത്. തീർച്ചയായിട്ടും ഇതാണ് നമ്മളെ പല സമയത്തും നമ്മളെ പ്രൊഡക്ടിവിറ്റി കുറക്കാനുള്ള കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ശരി, നമ്മളെപ്പോഴും നമ്മളെ ലൈഫിൽ ആലോചിച്ചാൽ മതി. നമ്മളെ കുത്തുവാക്ക് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ, നമ്മളെ ഒരാൾ കുത്തുവാക്ക് പറഞ്ഞാൽ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? ഇതില് ഒരാള് തട്ടിച്ച് കുത്തുവാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഞാൻ പറഞ്ഞോ വേണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അങ്ങനെ നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. അങ്ങനെ വിഷമം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാളെ പറഞ്ഞാൽ അയാൾക്ക് വിഷമം ഉണ്ടാവില്ലേ? ഉണ്ടാവും. നമ്മൾ ഒരാളെ വേദനിപ്പിച്ചാൽ നമുക്കൊരു വേദന അപ്പുറത്ത് വേറെ വരില്ലേ? തീർച്ചയായിട്ടും വരും. 100% വരും. താൻ ചെയ്തതിന്റെ പ്രതിഫലമല്ലാതെ ഒന്നും ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കൊയ്യുന്നില്ല എന്നാണ്. വിതക്കുന്നതേ കൊഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്തതിന്റെ അനന്തര ഫലം മാത്രമേ ഓരോ മനുഷ്യനും ഈ ലോകത്ത് സമ്പാദിക്കൂ. ഞാൻ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, എന്നെ വേദനിപ്പിക്കാൻ നിങ്ങളല്ലെങ്കിൽ വേറൊരാൾ വരും. ഞാൻ ആരെങ്കിലും നിങ്ങളെ ആശ്വസിപ്പിച്ചാൽ, എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ വേറൊരാൾ വരും. അല്ലെങ്കിൽ ആശ്വാസനത്തിന്റെ വാക്കുകൾ വേറെ രൂപത്തിൽ വരും, അല്ലെങ്കിൽ അതിനു വേണ്ട അവസരങ്ങൾ വേറെ രൂപത്തിൽ വരും. ഇത്ര ഈ ലോകമുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിന്റെ ഇടയിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന, നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന, നമ്മൾ നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തെടുക്കുന്ന ആ ലോകത്തിന്റെ തെളിച്ചമുണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ചിന്തകൾ ഏറ്റവും മികച്ചതായിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് വഴിയുള്ളൂ. വേറൊരു വഴിയും ഇതിനില്ല. നമുക്ക് എപ്പോഴൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും എത്ര സമയം നിങ്ങൾക്ക് ആ വിഷമത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും, ആ വിഷമം ഉണ്ടാകാനുണ്ടായ കാരണത്തിലേക്ക് നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും എങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ നിങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാവും. കുറച്ച് സമയം നിങ്ങൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ എന്തുണ്ടാവും? നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരവും ഉണ്ടാവും എന്നാണ് ശാസ്ത്രം പറയപ്പെടുന്നത്.
നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ ഏഹ്, നമ്മളെ ചിന്തകൾ കൊണ്ടല്ലേ സത്യത്തിൽ നമുക്ക് എപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കി, ശ്രദ്ധിച്ചു നോക്കി. സത്യമല്ലേ? നമ്മൾ എങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, എന്താണ് അതിനെക്കുറിച്ച് നമ്മളുടെ കാഴ്ചപ്പാട്? അവിടെയല്ലേ പ്രശ്നം? അല്ലെ? ഞാനേ ശ്രദ്ധിച്ചു കേട്ടോ, ഞാന് എൻ്റെ മോളെ കോഴിക്കോട് ഒരു ക്രാഷ് കോഴ്സിന് കൊണ്ടാക്കി. ക്രാഷ് കോഴ്സ് നീറ്റിനെ കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കൊണ്ടാക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു, ഓളെ കൂടെ ഒരു കുട്ടിയുണ്ട്, പഠിക്കണ നല്ല ആഗ്രഹമുള്ള കുട്ടിയാണ്, പക്ഷെ ഉളപ്പാനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് സാമ്പത്തികം കുറച്ച് കുറവുള്ള കുട്ടിയാണ്. ഞാനൊന്നും പോകണില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു കുട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരൊക്കെ പറഞ്ഞു, പക്ഷെ കേട്ടില്ല. ഞാൻ പറഞ്ഞു, ഇയാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കുറച്ച് ഷാർപ്പാണ് പറഞ്ഞത്. പക്ഷേ ആ കുട്ടിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു, ഫീസ് ഇല്ലെങ്കിൽ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു. എന്നാലും വേണ്ടില്ല, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാൻ പറയും. അങ്ങനെ ആ കുട്ടിയും എൻ്റെ മോളും കൂടെ പോയിട്ട് പഠിച്ചിട്ട് കഴിഞ്ഞു വന്നപ്പോൾ എൻ്റെ കൂടെയാണ് അങ്ങോട്ടേക്ക് പോകുന്നതും എൻ്റെ കൂടെയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ. +2 കഴിഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി ഒരു ഉപ്പാന്റെ സ്ഥാനമാണ് എനിക്ക് തന്നത്. ആ കുട്ടിന്റെ കണ്ണുകളിൽ നിന്നുള്ള ആ ഒരു തെളിച്ചുണ്ടല്ലോ, എന്താ കാരണം ഉണ്ടായത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആ കുട്ടീന്റെ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. എങ്ങനെ പറയാറിയോ? ഞാൻ ആ കുട്ടീനെ സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുകയും അവൾക്കെങ്ങാനും കിട്ടുകയും ചെയ്താൽ എനിക്ക് ഭയങ്കര വിഷമമാകൂലേ എന്ന് വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാം. അങ്ങനെ ഞാൻ ചിന്തിച്ചാൽ എൻ്റെ മനസ്സിന്റെ ദൗർലഭ്യമാണ്. അതുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു പറയോ? ആ കുട്ടി വീണ്ടും റിപ്പീറ്റിന് പോയി. അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ഒരു പാരാമെഡിക്കൽ കോഴ്സ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിന്നിരുന്നത്. പക്ഷേ ആ കുട്ടിന്റെ ഉള്ളിലുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹമായിരുന്നു, എനിക്ക് നീറ്റ് എഴുതണം, എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളത്. ആയിട്ടില്ല, അടുത്തതിൽ അറിയുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു സാഹചര്യം കിട്ടുമ്പോൾ ആരാണോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു 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 എന്താ പറയാ, ഒരു സന്തോഷത്തിന്റെ ഒരു പ്രാർത്ഥന ഉണ്ടാവും. അതൊരു വലിയ സാധനം, വലിയൊരു സംഭവമാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഒരു എന്താ പറയാ, ഒരു തലോടൽ എവിടുന്നെങ്കിലും കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ സാരമില്ല ഈ പേടിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേണ്ട വഴികൾ പറഞ്ഞു തരാൻ ഒരാളുണ്ടാവുമ്പോൾ നമുക്കത് കിട്ടുന്ന ഒരു സന്തോഷം അത് ഭയങ്കര. അതന്നെയാണ് സത്യത്തിൽ വിഷമിച്ചിരിക്കുന്ന തൻ്റെ സ്വർണ്ണാഭരണം വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ ആ പരിസരമോ അല്ലെങ്കിൽ അവിടെയുള്ള അവസ്ഥയോ ഒന്നും നോക്കാതെ ആ കുട്ടി അയാൾക്കൊരു ചുംബനം കൊടുത്തത്. ആളുകൾക്ക് പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം. അത് കാരണം നമ്മൾ കാണുമ്പോൾ അതിനെ അസ്യൂം ചെയ്യാൻ, എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, എന്താണ് നമ്മളുടെ കാഴ്ചപ്പാട്, അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ലോകം നമ്മൾ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അത് അങ്ങനെയാവും. വേറെ രൂപത്തിൽ ചിന്തിച്ചാൽ വേറെ രൂപത്തിലാവും. ഞാൻ കാണുന്നത് പോലല്ല നിങ്ങളുടെ കാഴ്ചപ്പാട്. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് പോലല്ല എൻ്റെ കാഴ്ചപ്പാട്. എവറിത്തിങ് ഈസ് ഡിഫറൻറ്റ്. അപ്പോൾ എൻ്റെ ലോകം ഞാൻ സൃഷ്ടിക്കുന്നു, നിങ്ങളുടെ ലോകം നിങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളൊന്ന് ശരിക്ക് ആലോചിച്ച് നോക്കി. ആർക്കെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയണ്ടോ ഈ കാര്യത്തിൽ? ആർക്കെങ്കിലും പറയണം? ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ. ഈ സരിത കാണുന്ന നമ്മുടെ ടീച്ചറാണോ? വീഡിയോയിലില്ല, ആണോ? യെസ്, ആരോ ഒരാൾ കൈ വെക്കിണ്ട്. അഫ്നാ കൈ വെക്കിണ്ട്. വീഡിയോ പോയിട്ടുണ്ട്. യെസ്, അഫ്നാ ഫസ്റ്റ് കൈ പൊക്കി, വേറൊരാളും കൂടെ കൈ പൊക്കിയിട്ടുണ്ട്. ആരാണ്? ദീപ. പിന്നെ കൈ പൊക്കി. ഓക്കെ, ദീപ. യെസ്, ആദ്യം അഫ്നാ കൊടുത്തത് ചാൻസ്. ഹലോ സർ. പറയും, എന്താ വീഡിയോ പോയി? പറഞ്ഞു. സിറ്റുവേഷൻ കുറച്ച് ഡാർക്കാണ് പറയാന്. ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞാൻ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതിൽ മനസ്സിലാക്കിയ കുറെ പാഠങ്ങളുണ്ട്.
ആ സിറ്റുവേഷനിൽ ആരാണ് നമ്മളെ സഹായിക്കണേ ഓരെ നമ്മളെന്നും ഓർത്തിരിക്കും. തീർച്ചയായും. നമ്മള് ഏത് ഇതിലാണ് കടന്നു പോണേ അവര് നമ്മളെ മൈൻഡ് വെച്ചിട്ട് അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുമ്പോ നമ്മളെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. ഓരോട് നന്ദി കടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ Yes. സിറ്റുവേഷനിലാണ് നമ്മളെ നമ്മളിപ്പോ എങ്ങനെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കണേ. അയാളെ നമ്മൾ എങ്ങനെ കാണും? നമ്മളെ കാഴ്ചപ്പാട് എന്തായിരിക്കും അയാളെ കുറിച്ചിട്ടുള്ളത്? കാഴ്ചപ്പാട് പറഞ്ഞാല് നമ്മളെന്താണെന്ന് അയാള് മനസ്സിലാക്കി നമ്മക്ക് വേണ്ടൊരു ഇത് സപ്പോർട്ട് കാര്യങ്ങളും തരുമ്പോ നമുക്കൊരു പഠിച്ചോന്റെ ഒരു പോലെ തോന്നും. പഠിച്ചോനോട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു Yes. ആളെ വിട്ടിട്ട് നമ്മളെ പറഞ്ഞു തരുന്ന പോലെ തോന്നുന്നത്. യെസ്. എന്നാൽ അതേസമയം നമ്മൾ അയാളോടുള്ള ആ ഒരു പെരുമാറ്റം കാണുമ്പോൾ അതൊരു ആണാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജനറിക്കലി വേറൊരാളാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് അതിനെ അസ്യൂം ചെയ്യുക? മറ്റുള്ളവർ മറ്റുള്ളവര് പല കാഴ്ചപ്പാടിലൂടെയും തോന്നും. യെസ് യെസ് അവരെ യെസ് കാഴ്ചപ്പാട് നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലും ഓരോ തീർച്ചയായും ഉള്ളിലും എന്താ ഉള്ളതെന്ന് നമുക്ക് അറിയാലോ. തീർച്ചയായിട്ടും. പക്ഷെ ഇതിനെ കാണുമ്പോൾ നമ്മളാണ് അങ്ങനെ കാണുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ അപ്പൊ മനസ്സിലാക്കണം? നമ്മൾ അതിൻ്റെ ആത്മാർത്ഥതയും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ വേദനയും മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളുടെ മനസ്സ് മലിനസമാകില്ല. അല്ലെ? യെസ് അല്ലെ? അത് ശരിയാണ്. യെസ് യെസ്. ഓക്കെ, വെരി ഗുഡ്. ഒരു നല്ല കൈയ്യടിക്കുക അഫ്നാൻ ഷെരീനെ. അടുത്ത് ദീപാണ് കൈവക്കിയത്. ദീപല്ല അവിടെ ദീപക് കൊടുക്ക ചാൻസ്. യെസ് ഹലോ, പറഞ്ഞു. ആ എനിക്ക് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ കാരണം വേറൊരാൾക്ക് ഉണ്ടായ സിറ്റുവേഷൻ. ഓക്കെ, ഗുഡ്. പറഞ്ഞോ. അതേപോലെ മാമന്റെ മോള് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാറ്. ചേച്ചി ICUലായിരുന്നു. അപ്പൊ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, ഒബ്സർവേഷന് വേണ്ടി വെച്ചതാ. അപ്പൊ പെട്ടെന്ന് ഒരു കുട്ടീനെ കൊണ്ടുവന്നു. കുട്ടി വെന്റിലേറ്ററിലായിരുന്നു. അപ്പൊ കുട്ടിയുടെ അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ പുറത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരെ സമാധാനിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അതേപോലെ ഒരു സിറ്റുവേഷനിൽ വന്നതായിരുന്നു. പിന്നെ ചേച്ചീനെ ഒബ്സർവേഷൻ ആക്കി ഇട്ടു. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായപ്പോ ചേച്ചി പെട്ടെന്നൊക്കെ ഓക്കെ ആയി. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ സിറ്റുവേഷൻ ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരെ കുറെ ആശ്വസിപ്പിച്ചു. കരഞ്ഞിട്ടാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പോയി എന്റെ വീട്ടിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോ ആ കുട്ടി ഓക്കെ ആയി. അപ്പൊ ആ കുട്ടിയുടെ അമ്മയും അച്ഛനും പറഞ്ഞു, ഞങ്ങൾ അത്രയും സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് മോളുണ്ടായ കാരണം അത്ര സമാധാനായി, മോള് ഒരുപാട് കാര്യങ്ങൾ സമാധാനിച്ചു പറഞ്ഞിട്ട് അച്ഛൻ എന്റെ തൊട്ടിട്ട് മോൾക്ക് എല്ലാവരും നന്നായിട്ട് വരും, ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. പിന്നെ കുട്ടിയുടെ അമ്മ കെട്ടിപ്പിടിച്ചു. അപ്പൊ പെട്ടെന്ന് അവർക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം ഉണ്ണി ഓക്കെ ആവുന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി അത്രയും നേരം കരഞ്ഞിട്ടുണ്ടായിരുന്ന ആള് പിറ്റേ ദിവസം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഉണ്ണി ഓക്കെ ആയിന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര ഹാപ്പിയായി ഞാൻ കാരണം ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടായില്ലോ എന്നുള്ള ഓർത്തിട്ട്. അപ്പൊ ഉണ്ടായ സന്തോഷം എത്ര ഉണ്ടായിരുന്നു? അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ സന്തോഷത്തിന്റെ ഹോർമോൺ എത്ര ഉത്പാദിപ്പിക്കുന്നുണ്ട്? അങ്ങനെ ഒരു സിറ്റുവേഷൻ ആരാ ക്രിയേറ്റ് ചെയ്തത്? നമ്മളുടെ ചിന്തകൾ നല്ലതാവുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ ചിന്തകളെ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് ഇരിക്കുക. ഓക്കെ, ഗുഡ്. ഡിസൈൻ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഇരിക്കുക. ഇത് എപ്പോഴുള്ള ഒരുപാട് ആളുകളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്ത ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഒരു ടീച്ചർ ലൈവിലുണ്ടോ? അതോ സരിത ടീച്ചർ? യെസ്, ടീച്ചർ ഒന്ന് അൺമ്യൂട്ട് ചെയ്താ. യെസ്, അൺമ്യൂട്ട് ചെയ്ത് ടീച്ചറെ. കുഴപ്പമില്ല, ഞങ്ങള് സാവധാനം ചെയ്താൽ മതി, പ്രശ്നമില്ല. കൊടുത്ത മെസ്സേജ് കൊടുത്തോ? മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. റിക്വസ്റ്റ് വന്നിട്ടുണ്ടാകും. റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ടീച്ചറെ. യെസ്, ഗുഡ്. ടീച്ചറെ ഒന്ന് രണ്ട് എക്സ്പീരിയൻസുകൾ പറഞ്ഞ ടീച്ചറെ. നിങ്ങളെ എക്സ്പീരിയൻസ് നിങ്ങൾ പറഞ്ഞാൽ മതി. ടീച്ചർ എൻ്റെ കൂടെ 2-3-4 വർഷമായിട്ടുള്ള ടീച്ചറാണ്. അപ്പോൾ ടീച്ചർക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ടീച്ചറാണ്, അങ്ങനെ തന്നെയാണ് പറയാം. ടീച്ചർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നതാണ്. മീൻസ് അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുപാട് അവസ്ഥയിലൂടെ ഒക്കെ കടന്നു വന്ന് ടീച്ചറെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിച്ച് റെഡിയായതാണ്. അതിന്റെ ഫലമായിട്ട് ടീച്ചറിൽ ഉണ്ടാക്കപ്പെട്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ
ടീച്ചർ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് പകർന്നു കൊടുത്തത് എന്നുള്ളതാണ്. ടീച്ചർ ഒരുപാട് കുട്ടികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന് അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെയുള്ള ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. IT അക്കാഡമി വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചർക്ക് ഒരുപാട് അനുഭവം ഉണ്ടാവും. ടീച്ചർ പറഞ്ഞു ടീച്ചറെ. ഒന്നാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ അത്രയും ഒരു എന്താ പറയാ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ട്രാജഡിയിലൂടെ പോയിരുന്ന ഒരു സമയത്ത്, കാരണം എൻ്റെ അച്ഛൻ മരിച്ച ഒരു സമയത്ത് എനിക്ക് അതിനൊരു താങ്ങായിട്ട് നിന്നുണ്ടായിരുന്നത് ഒന്നാമത് പറയാനുള്ളത് എനിക്ക് സാറിനെ തന്നെയാണ്. സാറിൻ്റെ ആ ഒരു സമയത്ത് എന്നെ ആശ്വസിപ്പിച്ചത്. പിന്നെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ഓരോരുത്തർ പറയുമ്പോഴും അവർക്കൊരു ആശ്വാസം പകരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു കുട്ടി, സാറിന് അറിയുണ്ടാവും, ഖദീജ എന്ന് പറഞ്ഞ കുട്ടി. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ആ കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ കുട്ടി ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ ആ കുട്ടി ഭയങ്കര ഒരു മോശം സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അപ്പൊ ആ കുട്ടിക്ക് എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത എന്നും പറയും, സാറാണ് അല്ലെങ്കിൽ ടീച്ചറാണ് പിന്നെ എന്നെ ഇപ്പോ ഒരു സ്റ്റേണായിട്ട് നിലനിർത്തുന്ന ആളുകൾ എന്ന് പറയും. അപ്പൊ എനിക്ക് എൻ്റെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവർക്കൊരു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം നൽകാൻ, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും അവരുടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു താങ്ങായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നത്. ഞാനും അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട്, എനിക്കതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ട് മറ്റുള്ളവർക്ക് അതിനനുസരിച്ചുള്ളൊരു ആശ്വാസം പകർന്നു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. റസീന ലൈനിലുണ്ടോ? ഇല്ല, ഒന്ന് വിളിച്ചേ, ഒന്ന് കയറാൻ പറഞ്ഞ. റസീന വന്നിരുന്നു തോന്നോ, ഇതൊരു ഹോസ്പിറ്റൽ കേസ് പറഞ്ഞിരുന്നു. ആരെങ്കിലും ഒന്ന് വിളിച്ചേ. മെസ്സി വിളിക്കുന്നുണ്ടോ? വിളിക്കുന്നുണ്ട് സാർ. മിസ് മറ്റൊരു കോളില തോന്നുന്നു. ഇതേപോലുള്ള ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ IT അക്കാഡമിനെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഒക്കെ ഇതുപോലുള്ള അനുഭവങ്ങൾ കേട്ടിട്ടും ഇതുപോലുള്ള അനുഭവങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുമാണ്. കാരണം നമുക്ക് നമ്മളുടെ ലോകം സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളുടെ ലോകം സൃഷ്ടിച്ചത്? നമ്മളുടെ സന്തോഷത്തിന്റെ ലോകം നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആര് സൃഷ്ടിച്ചു തരും നമുക്ക് ആ ലോകത്തിന്? ആര് തരും നമുക്ക് അതിനുള്ള അവസരത്തിന്? പ്രസിന് 13 വർഷമായി എൻ്റെ അടുത്തുള്ള ആളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് വരുന്ന സമയത്ത് സൊല്യൂഷൻ കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് സഹായിച്ചതിന് ശേഷം അവർ നമുക്ക് തരുന്ന ആ ഒരു അപ്രീസിയേഷൻ എങ്ങനെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അത് കിട്ടുമ്പോൾ ഉണ്ടാവേണ്ട സന്തോഷം എന്താണ്? അങ്ങനത്തെ ഒന്നോ രണ്ടോ ആളെ പേരുകളൊന്നും പറയണ്ട, കുട്ടികളെ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ ക്രിസ്റ്റീന പറയും. ആ ലോകം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? നമ്മളുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രാവിലെ വരുമ്പോൾ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വരുമ്പോൾ അതിൽ നമുക്ക് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ, ആർക്കെങ്കിലും ഒക്കെ നല്ല വാക്കുകൾ കൊടുക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ, അവരുടെ ജീവിതത്തിന്റെ അവർക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി ചില വാക്കുകൾ കൊണ്ട് നമ്മൾ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ആ സന്തോഷത്തിന്റെ ലോകം എങ്ങനെയാണ് അപ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ? ഇപ്പൊ ദീപ പറഞ്ഞ പോലെ, ടീച്ചർ പറഞ്ഞതുപോലെ, നമുക്ക് എങ്ങനെയാണ് ഷെരീഫ് പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക? റസീന ഒരു ഒന്നോ രണ്ടോ ഉദാഹരണം വീഡിയോയിൽ വന്നിട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോയിൽ വന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു ഒരു കാര്യം. ഒരുപാട് ആളുകൾ സർ ഗുഡ് ഈവനിങ്. പിന്നെ ഞാൻ എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ 13 വർഷമാണെങ്കിലും എനിക്ക് ഓരോ കുട്ടികളുടെ മാറ്റങ്ങൾ എങ്ങനെയാ വെച്ചാല്, ചില കുട്ടികൾ
അത്രയും സ്റ്റേജിൽ, കാരണം ഇമോഷണലി ഭയങ്കര ഡിപ്രഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് അവരോടൊന്ന് വന്നിട്ട് കോഴ്സ് ഒന്ന് ചെയ്ത് നോക്ക്, നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്ന രീതിയിൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. പക്ഷെ അവരുടെ ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയതിനു ശേഷം അവർ വന്നിട്ട് നേരിട്ട് വന്ന് സംസാരിക്കുന്നു. ചില ആൾക്കാരുടെ രക്ഷിതാക്കൾ നേരിട്ട് ഫോൺ വിളിച്ചിട്ടാണെങ്കിലും സംസാരിക്കുന്നു. അപ്പൊ അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത, കാരണം ഒന്നുമല്ലാത്ത ഞാന് നമ്മളെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരാളെ പരിഗണന കൊണ്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓരോ വാക്കുകളും നമുക്ക് അത്രയും വിലപ്പെട്ട വാക്കുകളാണ്. അത് നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തിനാണെങ്കിലും ഒരുപാട് അപ്രീഷിയേഷൻ കിട്ടുന്ന രീതിയിലുള്ള വാക്കുകളാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ കൂടുതൽ എനർജി കിട്ടാനും, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പരാജയങ്ങളുള്ള ഒരാളാണെങ്കിലും പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് വെക്കാനും എൻ്റെ കുട്ടിനെ വളർത്താനൊക്കെ പറ്റുന്നത് ഈ കുട്ടികളുടെ ഓരോ നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ കിട്ടിക്കൊണ്ട് തന്നെയാണ്. ഇത് സ്ഥിരമായിട്ട് നമ്മളുടെ ലോകം നമ്മളാണ് സൃഷ്ടിക്കുന്നത്. നമ്മളാണ് നമ്മളുടെ സന്തോഷത്തിന്റെ ലോകം സൃഷ്ടിക്കുന്നത്. നമ്മൾ ഒരു സന്തോഷം ഒരാൾക്ക് കൊടുത്താൽ 1000 സന്തോഷം നമുക്ക് തിരിച്ചു കിട്ടും. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിന്, നമ്മളുടെ ആ ലോകത്തിന്, നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മള് ഒരാളെ അറപ്പും വെറുപ്പും ദേഷ്യത്തോടു കൂടി കാണുന്നതിന് പകരം അയാൾക്ക് എന്ത് ഹെൽപ്പാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, അയാളെ നമുക്ക് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക, അയാളെ വാക്കുകൾ കൊണ്ടാണോ, നോക്കുകൾ കൊണ്ടാണോ, തലോടൽ കൊണ്ടാണോ, എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കഴിയുന്നത്, സാമ്പത്തികം നമുക്ക് കഴിഞ്ഞോളം എന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് കഴിയുന്ന ഒരു സഹായം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നത്? ആ തിരിച്ചു കിട്ടുന്നതാണ് നമ്മളുടെ ലോകം. ആ തിരിച്ചു കിട്ടുന്ന സന്തോഷത്തിലാണ് നമ്മളുടെ ലോകം. ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഒരാൾക്കൊരു സന്തോഷം കിട്ടുന്നതെങ്കിൽ അതിന് അധിക കാലത്ത് ആയുസ് ഉണ്ടാവില്ല. കാരണം അതിന്റെ മുകളിലൂടെ അതിലേറെ വലുത് വരാനിരിക്കുന്നുണ്ട്. എന്തായാലും വരും, 100% ഉറപ്പാണ്. ആരാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്? തന്റെ താഴെയുള്ളവരോട്, കുഞ്ഞുങ്ങളോട് നമ്മൾ കരുണ കാണിക്കണമെന്നും അതുപോലെ തന്നെ മൂത്തവരെ നമ്മൾ ബഹുമാനിക്കണമെന്നും നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോട് എന്താണെങ്കിലും നമ്മളെ പരിഗണിച്ചോ പരിഗണിച്ചില്ല എന്നുള്ളതല്ല പ്രശ്നം, നമ്മൾ അവരെ എങ്ങനെ പരിഗണിച്ചു എന്നുള്ളതാണ് പ്രശ്നം എന്നതിലാണ് കാര്യം. അതിൽ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടുക. അവർ നമ്മളെ പരിഗണിച്ചത് കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടണമെന്നില്ല. നമ്മൾ ആദ്യം കൊടുക്കാൻ തയ്യാറാവണം, അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ തിരിച്ചു കിട്ടൂല. കൊടുത്തത് അവർക്ക് സങ്കടമാണെങ്കിൽ തിരിച്ചു നമുക്ക് സങ്കടം കിട്ടും. ഇതാണ് അതിന്റെ സത്യം. കുറേ ആളുകളുണ്ട്, ഞാൻ എല്ലാവർക്കും ജീവിതത്തിൽ ഇതേപോലെ അനുഭവങ്ങളുണ്ട്. ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ലോകം നമ്മളാണ് സൃഷ്ടിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക? നമ്മളെ ബ്രെയിനിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട സപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളുടെ അനന്തരഫലമായിട്ടാണ്. ഒരാൾക്ക് ചെറുപ്പകാലത്ത് തന്നെ നര വന്നാൽ അതിനർത്ഥം എന്താ വെച്ചാൽ കോർട്ടിസോൾ എന്ന് പറയുന്ന സങ്കടത്തിന്റെ അല്ലെങ്കിൽ വിഷമത്തിന്റെ, ഫ്രസ്ട്രേഷന്റെ, ടെൻഷന്റെ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അയാൾക്ക് നര വരും, പിന്നെ അയാളുടെ ഭംഗി പോകും, അയാൾക്ക് പ്രായം തോന്നിക്കും, ഇതെല്ലാം സംഭവിക്കും. എങ്ങനെ ഉണ്ടായതാണത്? എങ്ങനെ നമുക്ക് ടെൻഷൻ ഉണ്ടായത്? ആരാണ് ടെൻഷൻ ഉണ്ടാക്കി തന്നത്? അപ്പുറത്തെ ആളാണോ? അല്ലല്ലല്ല. നമ്മുടെ ഭർത്താവാണോ? അല്ല. ഉപ്പയാണ്? അല്ല. നമ്മളാണ് ഉണ്ടാക്കിയത്. നമ്മളുടെ ചിന്തകളാണ് ഉണ്ടാക്കിയത്. നല്ല ചിന്തകളിൽ നിന്ന് മാത്രമേ നല്ലൊരു ലോകത്തിനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. ആ സൃഷ്ടിക്കുന്ന ലോകത്ത് നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കും. അത് നമ്മളുടെ ലോകമാണ്. ആ ലോകത്തേക്ക് ആർക്കും കയറി വരാനുള്ള അനുവാദമില്ല. കാരണം അത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ്, നമ്മൾ മാത്രം സൃഷ്ടിക്കുന്നതാണ്. അതിൽ വേറൊരാളും പങ്കുകാരനല്ല. അതിൽ നമ്മൾ മാത്രമേ അതിൽ പങ്കുള്ളൂ. നമ്മൾ മാത്രമാണ് അതിന്റെ ഓണർ. അതുകൊണ്ട് ആ ലോകം സൃഷ്ടിക്കാൻ ആർക്കെല്ലാമാണോ സാധിക്കുന്നത് അവരെല്ലാം എന്നും വിജയിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ കാണുന്നത് പോലല്ല, ചെറിയതായതും വലുതായതും വിജയം വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമ്മളുടെ ചിന്തകളിൽ ദുർഗന്ധം കയറിപ്പറ്റിയാൽ, ദുർമനസ്സോടുകൂടി നമ്മൾ ചിന്തിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 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 താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മളുടെ മനസ്സിന്റെ അവസ്ഥ ഗുഡ്സായിക്കൊണ്ടേയിരിക്കും. ഇടുങ്ങിയ മനസ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത്
ഭയങ്കര കഷ്ടപ്പെട്ട അവസ്ഥയാണ്. ആ വിശാലതയുള്ള മനസ്സിനാണ് ഏറ്റവും വലിയ സന്തോഷം കൊണ്ടുവരാൻ കഴിയുക. നമ്മൾ ആർക്കെല്ലാം എന്തെല്ലാം ചെയ്തു എന്നുള്ളതിലല്ല, അത് എങ്ങനെ ചെയ്തു എന്നുള്ളതിലാണ് അതിന്റെ ഏറ്റവും വലിയ ആ സന്ദർഭത്തിൽ ചെയ്തതാണ് അതിന്റെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ചില ആളുകള് ഇപ്പോ ഞാൻ എന്റെ അനുഭവം എക്സ്പീരിയൻസ് തന്നെ പറയാം. ചില കുട്ടികൾ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പറഞ്ഞല്ലോ, എനിക്കത് പ്രത്യേകിച്ചൊന്നും, ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ഓരോരുത്തരും കാണുന്നത് എന്റെ മുന്നിലിരിക്കുന്ന വേറൊരു സ്ത്രീ, ആ സ്ത്രീയെ ഞാൻ ആ ഒരു കണ്ണോട് കൂടിയിട്ടല്ല കാണുന്നത്. ഞാൻ എന്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഞാൻ കാണുന്നുള്ളൂ. ആ കാഴ്ചപ്പാടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിലനിന്ന് പോകുന്നത്. അപ്പൊ ചിലപ്പോൾ ചില ആളുകൾ കയ്യേറും, ചില ആളുകൾ ഓടി വരും കെട്ടിപ്പിടിക്കാം. പക്ഷെ അത് മറ്റുള്ളവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ അതിനെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് മാത്രം അത് അവരുടെ ലോകം കരുതിയിട്ട് മാത്രമാണ്. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ലോകം നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. നമ്മൾക്ക് മാത്രമേ അതിനെന്തുള്ളൂ? അവകാശമുള്ളൂ. അതിലെ സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും അവകാശി നമ്മൾ മാത്രമാണ്. നമുക്കല്ലാതെ വേറെ ആർക്കും സാധിക്കൂല, ഒരിക്കലും സാധിക്കൂല. ഇതിൽ ഇനിയുണ്ട് കുറെ ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ആൾക്കാര്. മുസിന, ഏത് മുസിനാണ്? ഏത് ബാച്ചിലെ മുസിനാണ്? ജൂലൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാച്ചിലെ മുഹ്സിനാണ്. ഓൺലൈൻ ഓഫ്ലൈൻ? ഓൺലൈൻ. ഓൺലൈൻ. ഓക്കെ. ക്യാമറയിലില്ല, ചോദിച്ചോളൂ. കാരണം ഈ സംസാരിക്കണ്ട. എനിത്തിങ്? യെസ്, പറഞ്ഞോ. സാറ്, എനിക്കിപ്പോ സാറിനോടാണ് പറയാനുള്ളത്. ഒരുപാട് നന്ദിയുണ്ട്. എന്താ വെച്ചാല് എന്റെ 35-ാമത്തെ വയസ്സിലാണ് ഞാൻ അവിടെ എത്തുന്നത്, ITL. എനിക്ക് ഒരു 10ാം ക്ലാസ് മാത്രം ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ വന്നതിന് ശേഷം പ്രീ പ്രൈമറി പഠിച്ചു. അവിടുന്നാണ് ഞാൻ +2-ന് ജോയിൻ ചെയ്തത്. +2 എഴുതി. അതിനുശേഷം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു. ഇപ്പൊ ഞാൻ മോണ്ടിസോറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം തന്നെയാണ്. സാറിനോട് മാത്രമാണ് കടപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്. സഹല, നമ്മളെ സഹലാണ്. കുട്ടികളായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നതാണ്. കോളേജ് ജീവിതത്തിൽ അനുഭവം ഉണ്ടെങ്കിൽ പറയാം, അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള മീൻസ് അതായത് മറ്റുള്ള സുഹൃത്തുക്കളടിയിൽ നിന്ന് ഉണ്ടതുള്ളതുണ്ടായിരിക്കും. സഹല പോയി അതുവരെ ഉണ്ടായിരുന്ന വീഡിയോയില് സഹല പോയി കാണും. ഷംന, കുറെ കുട്ടികളെ ടീച്ചർ നമ്മളെ ഷംന അല്ലേ? ആ സഹല പറയും. ആ പറഞ്ഞു. എന്റെ അനുഭവം എന്ന് പറഞ്ഞാല് എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ഞാൻ IT അക്കാഡമിയിൽ വന്നതും ഇപ്പൊ ഞാനിങ്ങനെ പൊസിഷനിൽ നിൽക്കണതൊക്കെ എന്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ എന്താണെന്നും എനിക്ക് എന്തൊക്കെ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതില് പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് സാർ തന്നെയാണ്. പറഞ്ഞാക്കരുതും സാറിന് പറയാൻ വേണ്ടി ആളാക്കിയതാണ്. അതൊന്നല്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. സാർ എന്നോട് പറയാൻ പറഞ്ഞത് എന്റെ ഉള്ളിൽ നിന്ന് വന്ന സാധനം തന്നെയാണ്. ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രധാന പങ്കുള്ളത് IT അക്കാഡമി നിഷാദ് സാർ തന്നെയാണ്. എനിക്ക് എവിടെയും പറയാം, പ്രൗഡായിട്ട് തന്നെ പറയും. നിങ്ങളെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെല്ലാരും കാണുന്നത് എൻ്റെ മക്കളെ പോലെ, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സിനെ പോലെ, അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരെ കുട്ടികളെ പോലെയൊക്കെയാണ് കാണുന്നത്. എല്ലാവരോടും പറയണം, തുറന്നു പറയണേ, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. കാരണം എന്താ വെച്ചാല് അങ്ങനെ കണ്ടില്ലെങ്കിൽ, ഞാൻ വേറെ രൂപത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞുതരാൻ എന്നെ കൊണ്ട് സാധിക്കൂല. സത്യം. ഞാൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അതന്നെ ഞാൻ എൻ്റെ മക്കളോടും പറയാം. എനിക്ക് പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയാം. അങ്ങനെ തന്നെ പറയല്ലേ. ഷംന കുറെ കുട്ടികളെ പഠിപ്പിച്ചാണ്. ഷംന വീഡിയോയിൽ വന്നിട്ടില്ല. ഉണ്ടോ സർ? ഷംന മിസ് ഒരു മരണ വീട്ടിലാണ്. റേഞ്ചില്ല. ഹലോ സാറ്, കേൾക്കുന്നില്ലേ?
ഷംന മിസ്സേ മരണ വീട്ടിലാണ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം, ഡോണ്ട് വറി. ഞാൻ എന്താ ഇവരോട് പറഞ്ഞത് അറിയാം, ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞത് എന്താ വെച്ചാല്, എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ ഉണ്ടാവാം. പല ആളുകൾക്കും പല എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുണ്ടാവുക. ആ എക്സ്പീരിയൻസുകളെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, അത് കുറച്ചും കൂടെ വലുതാവും. ആ എക്സ്പീരിയൻസിനെ വലുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കും അതിൽ നിന്ന് പല ഇൻസൈറ്റുകളും കിട്ടും. നമ്മൾ അവർ ചെയ്തത് പോലെ ചെയ്യാനല്ല, പക്ഷെ നമുക്കും അതുപോലുള്ള അവസരം വന്നിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് എനിക്കും അത് സന്തോഷം കിട്ടിയിരുന്നല്ലോ, പക്ഷെ ഞാനത് തിരിച്ചറിയാതെ പോയതായിരുന്നു. അതുപോലുള്ളൊരു അവസരം കിട്ടിയ ഇനി ഞാൻ ചെയ്താൽ എനിക്ക് സന്തോഷം കിട്ടുമല്ലോ, അപ്പൊ ഞാൻ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന എന്തിനാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ലോകം നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സന്തോഷത്തിന്റെ ലോകം, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ലോകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സാധിക്കും, വേറെ ആർക്കും സാധിക്കില്ല. നമുക്ക് എന്താ പറയാ, നമ്മളെ തള്ളിപ്പറയല്, നമ്മളെ കുത്തിപ്പറയല്, നമുക്ക് പ്രശ്നം ഉണ്ടാവല്, ഒബ്ജക്ഷൻസ് ഉണ്ടാവല്, റിജക്ഷൻസ് ഉണ്ടാവല്, അതുപോലെ തന്നെ നമുക്ക് വാല്യൂ ഇല്ലാതാവല്, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നെല്ലാം നമുക്ക് സന്തോഷം കണ്ടെത്തിക്കൊണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തെ പഠിച്ചുകൊണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോ ഞാൻ പറയാം, ഞാൻ എന്റെ ലോകം സൃഷ്ടിച്ചത് ശ്രദ്ധിക്കണേ. ഞാൻ ഈ പ്രോബ്ലം അതേപോലെ തന്നെ ഒരു സൊല്യൂഷനും പറഞ്ഞപ്പോ പറയാണ്, ഞാൻ എല്ലാ സമയത്തും ഒരുപാട് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെപ്പോഴും മനസ്സിലാക്കണം വെച്ചാൽ മസിൽ പവർ കൊണ്ട് കഷ്ടപ്പെടുന്നതിന് ഒരു പരിധിയുണ്ട്. അങ്ങനെ ഒരുപാട് സമയം ഞാൻ പല കാര്യങ്ങളായി കഷ്ടപ്പെട്ടു വന്നു. ഈ കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ റിസൾട്ട് എനിക്ക് കിട്ടിയത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഞാൻ തന്നെ ചിന്തിച്ചു, എല്ലാവരും വിജയിക്കുന്നുണ്ടല്ലോ, എന്റെ കൂടെ പഠിച്ച ആളുകൾക്കൊക്കെ നല്ല നല്ല പൊസിഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? ഒരു കാരണം കിട്ടി, ഞാൻ എന്ത് ചെയ്തില്ല, അവര് പഠിച്ചതുപോലെ പഠിച്ചിട്ടില്ല. അതായത് അവര് പഠിച്ച കോഴ്സുകളെടുത്ത് പഠിച്ചിട്ടില്ല. പിന്നെ പണം ഉണ്ടാക്കിയ ആളുകളെ കുറിച്ച് ചിന്തിച്ചു, അവർക്കൊക്കെ പണം ഉണ്ടാക്കിയില്ലേ, അവരെ പണം എന്തുകൊണ്ടാണ്, എനിക്ക് എന്താ പണം ഉണ്ടാക്കാൻ കഴിവില്ലേ? എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിവുണ്ട്, പക്ഷെ ആ പണത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള സ്കില്ല് എനിക്കില്ല. അപ്പൊ ഞാൻ പഠിച്ചു, ഞാൻ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. യെസ്. പിന്നെ ഞാൻ എന്നെ ഐഡന്റിഫൈ ചെയ്തു, എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആയി മാറാൻ പറ്റുക. അത് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഇതിനെല്ലാം സൊല്യൂഷൻസ് ഞാൻ ഈ പ്രോബ്ലത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ പ്രോബ്ലങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ആ പ്രോബ്ലങ്ങളിൽ നിന്നാണ് എനിക്ക് സൊല്യൂഷൻ കിട്ടിയത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോ ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരാളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, ശ്രദ്ധിക്കണേ. അപ്പോ നമ്മൾ കരുതുകയാണ് ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ, എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ സാധിക്കാതിരുന്നത്, ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് താഴെ പോയത് എന്ന് ചിന്തിച്ചാൽ അതിനുള്ള സൊല്യൂഷൻ ഈസി ആയിട്ട് കിട്ടും. എന്താണ്? ഞാൻ എന്നെ വളർത്തിയെടുത്തില്ല, എന്റെ സ്കില്ലുകൾ വളർത്തിയെടുത്തില്ല, ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തില്ല. എനിക്ക് കഴിയുന്ന സമയത്ത് എന്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, സങ്കടപ്പെട്ടിരിക്കേണ്ടി വന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റും. ഇത് സംഭവിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. സംഭവിച്ചേക്കാം, തീർച്ചയായിട്ടും സംഭവിക്കും. എന്തുകൊണ്ട് ഞാൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ല? ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് എന്റെ ലോകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തില്ല. എന്റെ ഏറ്റവും മികച്ച ലോകം, എന്റെ ലോകം ഞാൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, എന്റെ ലോകം ഏറ്റവും നല്ല ലോകം സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാകണമെങ്കിൽ എന്താണ് എനിക്കുണ്ടായ പ്രോബ്ലം എന്ന് നമ്മൾ പഠിക്കണം. അല്ലാതെ അതിന്റെ സൊല്യൂഷൻ തേടി അലയും. ഈ സൊല്യൂഷൻ തേടി അലയുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താ പറയുക, ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് അവർക്ക് കിട്ടേണ്ടത്. അപ്പത്ര ആശ്വാസം കിട്ടിയാൽ താൽക്കാലിക രക്ഷപ്പെട്ടു ഇല്ല. ഞാൻ അങ്ങനെ ഒരു കാലത്ത് അപ്പൊ എനിക്ക് ക്യാഷിന് ആവശ്യം വരും, അപ്പൊ ഞാൻ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലും കടം വാങ്ങും, എന്നിട്ടോ ഇവര് കൊടുക്കാനുള്ള നേരമാകുമ്പോൾ വേറൊരാൾക്ക് കടം വാങ്ങും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ച് ഓരോ ദിവസത്തെ 24 മണിക്കൂറും കഴിച്ചിട്ട് ഇങ്ങനെ പോകും. രാത്രി ആവുന്നത് എനിക്ക് പേടിയായിരുന്നു, പകലാവുമ്പോൾ എനിക്ക് ഓട്ടം കൂടുതലായി, എനിക്ക് വേറൊരു കാര്യത്തിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്താണ് കാരണം ഉണ്ടായത്? അപ്പത്തെ ഒരു ആവശ്യം നടന്നാൽ മതി.
എനിക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്കൊരു ലക്ഷ്യമില്ല, എനിക്കൊരു ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ള ചിന്തയല്ല, എനിക്ക് എന്ത് ചെയ്താൽ മതി, അപ്പത്തെ ലക്ഷ്യം തൽക്കാലം ഇപ്പൊ തന്നെ നടന്നിരിക്കുക. അങ്ങനെ 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 പടുകുയിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഇത് ഞാൻ സാമ്പത്തികത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്, അല്ലാത്ത കാര്യങ്ങളിലും അങ്ങനെ തന്നെ. എന്നാൽ നമുക്ക് എന്റെ ലോകം ഇവിടെയാണ്, എനിക്ക് ഇന്ന സ്ഥലത്താണ്, നിങ്ങൾ ധൈര്യമായിട്ട് സ്വപ്നം കണ്ടോ, ഒരു പ്രശ്നമല്ല. അവിടേക്ക് എങ്ങനെ എത്തും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് എങ്ങനെ എത്തണം എന്നുള്ളത് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചുതരാം. നിങ്ങൾ ധൈര്യമായിട്ട് സ്വപ്നം കണ്ടോ, ഒരു കുഴപ്പമില്ല. കുറച്ച് അങ്ങ് അകലെ കാണാം, അല്ലാതെ നാളത്തെ കാര്യം കാണരുത്. കുറച്ച് അങ്ങ് അകലെ കാണാം. ഏറ്റവും ചുരുങ്ങിയ 1 വർഷം 2 വർഷം 3 വർഷം കാണാം. അല്ലാതെ നമുക്ക് ഈ 25 വയസ്സ് 35 വയസ്സ് വരെ ഉണ്ടായ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും പ്രശ്നങ്ങളെയും തീർക്കാൻ വേണ്ടിയിട്ട് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും നമ്മളെ ഉള്ളിൽ നിന്ന് ഇതൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം എന്തൊക്കെ സംഭവിച്ചാലും അത് കുറച്ച് കഴിയുമ്പോൾ കയറി ഇങ്ങനെ വരും. ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അത് കയറി വരും, അത് കയറിയിട്ട് അറ്റാക്ക് ചെയ്യും, നമ്മളുടെ ലോകത്തിനെ വീണ്ടും മലിനസമാക്കും. അതുകൊണ്ട് ഇതിനെ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതാണ്. പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട പണി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് പഠനമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരാള് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണി എടുക്കുന്നതിലേറെ പണിയാണ് 1 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിലേക്ക് ഇതെല്ലാം കോൺസെൻട്രേറ്റഡ് ആക്കിക്കൊണ്ടാണ് നമ്മുടെ ബ്രെയിനെ, മനസ്സിനെ എല്ലാ ഡിസ്ട്രാക്ഷൻസിനും ഒഴിവാക്കിക്കൊണ്ട്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പറയും, എന്തിനാണ് കഷ്ടപ്പെടുന്നത്, അത്രയൊക്കെ പഠിച്ചാൽ മതി, ഇവർക്കെല്ലാം ഓർമ്മ ഉണ്ടാവും, ധൈര്യം പോയിക്കോ അറിയും. എവിടെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പരീക്ഷക്ക് പോകുമ്പോൾ പൊട്ടല് ഉണ്ടാവില്ല. പിന്നെ രാത്രി നമ്മൾ ഉറക്കം വെച്ചിട്ട് കുറെ പഠിക്കും, ഒരു കാര്യമില്ല. എന്താ കാരണം അറിയെങ്കിൽ നമ്മൾ പകൽ സമയത്ത് പഠിച്ച കാര്യങ്ങളെ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്താണ് അതിനെ സ്റ്റോർ ചെയ്യുന്നത്, ഒരു ടെമ്പററി പ്ലേസിലാണ് അതിനെ സ്റ്റോർ ചെയ്യുന്നത്. അതിനെ അവിടുന്ന് എടുത്തിട്ട് നമ്മളുടെ മെമ്മറിന്റെ ഉള്ളിലേക്ക് അതിനെ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ആ സമയം നമ്മൾ ഉറക്കം വെച്ചിട്ട് പഠിക്കും. നമ്മൾ കരുതും എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, എക്സാമിന് എഴുതുമ്പോൾ കിട്ടൂല. ഇതാണ് പ്രശ്നം. ഇത് പഠിക്കാത്തോണ്ടാ. എങ്ങനെ എന്ന് പഠിക്കാത്തോണ്ടാ. ചില ആളുകൾ കുറേ കഷ്ടപ്പെടും. ഞാൻ എല്ലാം പഠിച്ചിരുന്നു സാറേ, എനിക്ക് പരീക്ഷ എഴുതാൻ കിട്ടിയില്ല സാറേ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല സാറേ, പക്ഷെ എനിക്ക് പരീക്ഷ എഴുതാൻ കിട്ടിയില്ല സാറേ. ഇത് എന്നോട് പറയുന്നതാണ്, എന്നോട് എന്റെ ഈ കുട്ടികൾ പറയുന്നതാണ്, നിങ്ങളെ പോലുള്ള. അത് ഇതുകൊണ്ടാ. ഞാൻ എന്റെ മോളോട് പറഞ്ഞതെന്ന് വെച്ചാൽ പരീക്ഷയുടെ തലേന്ന് പഠിക്കുകയെ ചെയ്യും. അന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം, അതിന് മുന്നേ പഠിച്ചു വെച്ചിരിക്കണം. പരീക്ഷ ഹാളിൽ കയറുമ്പോ അതിങ്ങനെ നോക്കിയാൽ നോക്കിയ ആൻസർ ഇല്ല, അത് മാത്രം നമ്മളെ ടോപ്പ് ഓഫ് ദ ബ്രെയിനിൽ ഉണ്ടാവും. അത് വന്നില്ലെങ്കിൽ നമ്മൾ അതോട് കൂടിയിട്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. എന്ത് ഓർമ്മ ഉണ്ടായ ആൻസർ ഇന്നത് വന്നില്ലല്ലോ, പിന്നെ ആ പഴയതും കൂടെ നമുക്ക് കിട്ടൂല. അതോട് കൂടിയിട്ട് നമ്മൾ പറയും നമുക്ക് അറിയുന്ന ആൻസർ ആണെങ്കിൽ നമുക്ക് കിട്ടൂല, നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആവും. ഇതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ നിങ്ങൾ അതിന് സമയം കൊടുക്കണം. ഇതൊക്കെ പഠിക്കാണ്ട് നിങ്ങൾ 1 കൊല്ലം പഠിച്ചാലും 2 കൊല്ലം പഠിച്ചാലും ഇത് തീരൂല. ഇതൊരു ലൈഫ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമാണ്. ഒരു എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന പോലെ നമ്മളെ ലൈഫിനെ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇത് പഠിച്ചിട്ട് തന്നെ ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കണം. എല്ലാം തികഞ്ഞിട്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ ആരും തീരുമാനിക്കാതെ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. അതുകൊണ്ട് നമ്മളുടെ ലോകം നമ്മളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ലോകം ആര് സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ലോകം ഞാൻ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ലോകം നിങ്ങൾ ഓരോരുത്തരും സൃഷ്ടിക്കുന്നു. ആ ലോകം ഏറ്റവും മികച്ചതാകണമെന്നുണ്ടെങ്കിൽ ആ ലോകം സൃഷ്ടിക്കുന്നത് നമ്മളുടെ ചിന്തകളിൽ നിന്നാണ്. ആ ചിന്തകളിൽ നിന്ന് മാത്രമാണ് നമ്മുടെ ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. നമുക്ക് 2 രീതിയിൽ ജീവിക്കാം. ഒന്ന് ഡിഫോൾട്ട് ആയിക്കൊണ്ട് ജീവിക്കാം, ഒന്ന് ഡിസൈൻ ചെയ്തുകൊണ്ട് ജീവിക്കാം. നമ്മളുടെ ജീവിതത്തിന് നമുക്ക് എങ്ങനെ പോകണമെന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാം. അല്ല ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇത്രയൊക്കെ ഇനി വയസ്സായില്ലേ, ഇപ്പൊ കഴിഞ്ഞ പറഞ്ഞ പോലെ 10-35 വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോ എന്തിനാ 2-3 കുട്ടികളും ആയില്ലേ, ഇനിയിപ്പോ എന്താ പോവാൻ, ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇതൊക്കെ തീർന്നാൽ മതി എന്ന് ചിന്തിച്ചാൽ അങ്ങനെ പോകാം. ദാറ്റ് ഇസ് ദ ഡിഫാൾട്ട് സെറ്റിംഗ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഡിസൈൻ ചെയ്യാൻ പഠിക്കണം. ഡിസൈൻ ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ ഇന്ന സമയമാകുമ്പോഴേക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കണം. എന്റെ ജീവിതത്തിൽ അതിനുവേണ്ട വഴികളാണ് അടുത്ത് വരാൻ വേണം.
ഇന്നത് ചെയ്തു തീർക്കാൻ എനിക്ക് സാധിക്കണം, ഞാൻ എന്നെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇത്ര സമയം ഓരോ ദിവസത്തിലും ഞാൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിരിക്കും. ആദ്യം ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാവും, നമ്മളെ വീണ്ടും അതിന് വീണ്ടും വലിക്കും. പക്ഷെ എന്തൊക്കെ വന്നാലും ചെയ്യുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മളെ ബ്രെയിൻ നമ്മളെ കൂടെ നിൽക്കും. എന്നിട്ട് നമ്മളോട് പറയും മുന്നോട്ട് പോകാൻ പറയും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആലോചിക്കും, നമ്മൾ നല്ല കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ നമുക്ക് അപ്പോൾ വരും എന്തെങ്കിലും ഒരു നെഗറ്റീവ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു നല്ല അപ്പൊ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ പുറപ്പെട്ട അപ്പോത്തിന് വന്നൊരു പ്രശ്നം, ആകെ ടെൻഷനായി. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്താൽ ഈ പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷെ അതൊന്നും നിങ്ങളെ ബാധിക്കില്ല. അതൊക്കെ ഇങ്ങനെ നമ്മളെ ചുമരുമല എറിയുന്ന റബ്ബർ പന്ത് പോലെ അത് അതിന്റെ വൈക്കങ്ങനെ പോകും. പറഞ്ഞാൽ മനസ്സിലായോ? അത് അതിന്റെ വൈക്കങ്ങനെ പോകും. ഞാൻ അങ്ങനെ ചിന്തിക്കലിപ്പോ. കാരണം എന്താ വെച്ചാല് ഞാനിപ്പോ എന്നെ ഇപ്പോ ആർക്കും വേണമെങ്കിൽ എന്തും പറയാം. കാരണം ഈ വായക്ക് ലൈസൻസും ടാക്സും ഇതുവരെ ആരും എന്ത് ചെയ്തിട്ടില്ല, വെച്ചിട്ടില്ല. ആർക്കും വേണമെങ്കിൽ നമ്മൾ ചെയ്ത പ്രവർത്തിനെ എങ്ങനെയും വ്യാഖ്യാനിക്കാം, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പറയുന്നവർക്ക് അങ്ങനെ പറയാം. ആരുടെ മനസ്സാണ് വലിസമാണ് അവരുടേതാണ്. അവരുടെ മനസ്സിന്റെ അസ്വസ്ഥത അവർ തന്നെ ഉണ്ടാക്കുകയാണ്. നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അവരെന്തോ ചെയ്തോട്ടെ, ഒരു പ്രശ്നത്തിലില്ല. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഓരോ ഫിലിമൊക്കെ കാണുമ്പോൾ അതിലുള്ള ഓരോരോ കാര്യങ്ങൾ, അതേപോലെ സ്ക്രിപ്റ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ അസ്യൂം ചെയ്യാം, നമ്മൾ മറ്റുള്ളവരെ കുറിച്ചിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം, എന്നിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് അത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആരാ അസ്വസ്ഥ? ഒരു അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. ആരാണ് അസ്വസ്ഥരാവുക? നമ്മൾ അസ്വസ്ഥരായി. പിന്നെ നമ്മുടെ ചിന്ത മുഴുവൻ അങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മോള് പഠിക്കുന്ന സ്ഥാപനത്തിൽ എന്നും അല്ല, എല്ലാ തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ ഒരു അമ്മ ചോദിക്കുകയാണ്, അവിടെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഫോൺ കൊടുക്കും ആഴ്ചയിൽ 3 ദിവസം കുട്ടികൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തിന് എത്ര സമയം കൊടുക്കണേ? അപ്പോൾ അയാൾ ചോദിച്ചാൽ എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ പറയാന് അവരെ കയ്യിൽ ഫോൺ കിട്ടിയാൽ അവരെടുക്കൊക്കെ വിളിക്കാന്ന് അറിയോ, അവരെന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്തായാലും, എന്താ നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ? ഒരു ആഴ്ചയിൽ ബാക്കിയുള്ള ദിവസം മുഴുവൻ 24 മണിക്കൂറിൽ അത്രയും സമയം 16, 17, 18 മണിക്കൂർ പഠിക്കുന്ന കുട്ടികളല്ലേ, അവരങ്ങനെ ഒരു കുറച്ച് സമയങ്ങൾ അങ്ങനെ സംശയത്തോട് കൂടിയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ എന്താ ചെയ്യുക? ദാറ്റ്സ് ഓൾ. സത്യമല്ലേ? നിങ്ങളാലോചിക്കും, സത്യമാണ്. നമ്മളെ ഷോപ്പിന് ഷട്ടർ ഇട്ടിട്ട് നല്ല പൂട്ടിടും, നല്ല ഗോദ്രേജിന്റെ പൂട്ടൊക്കെ ഇടും. അല്ലെങ്കിൽ നമ്മളെ വീട്ടിന് നിങ്ങൾ ഒരു വീഡിയോ കണ്ടാണ്, ഒരു കർണാടക ഭാഗത്ത് ഒരു കാർ ആക്സിഡന്റിൽ പെട്ടിട്ട് 45 പവനം വെള്ളത്തിലേക്ക് മറിഞ്ഞാണ് കാർ. ആ 45 പവനം ഒരു മുങ്ങൽ വിദഗ്ധൻ എടുത്തു കൊടുത്തു. അയാളുടെ സന്തോഷം പറയാനില്ല. 45 പവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 45 പവനം എന്ന് പറഞ്ഞാൽ എത്ര രൂപ? 45 ലക്ഷം രൂപ. 45 ലക്ഷം രൂപ. അപ്പോ എന്താ കാരണം അറിയില്ലേ? അയാളെ അത്രയും സ്വർണം കൊണ്ടുപോകാനുള്ള കാരണം എന്ന് വെച്ചാൽ വീട്ടില് സേഫ് അല്ല. അപ്പൊ എന്ത് ചെയ്താണ്? വണ്ടിയിലിട്ട് പോയതാണ്. വീട്ടിൽ ആരും ഇല്ല, അപ്പൊ വണ്ടിയിലിട്ട് പോയത്. അപ്പൊ എന്താ സംഭവിച്ചത്? വണ്ടി അങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമ്മൾ കരുതും ഇങ്ങനെ ആയാൽ അത് സേഫാണ്. എന്നാൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ എന്താ ഉണ്ടാവുക? ഭയങ്കര ടെൻഷനൊക്കെ. അപ്പൊ അയാൾ അത് വീട്ടിലാ വെച്ച് പോകുന്നതെങ്കിൽ അയാൾ എന്ത് ഫംഗ്ഷനാ പോയെന്ന് വെച്ചാൽ അയാൾക്ക് ഒരു സമാധാനം ഉണ്ടാവും. ഇതേപോലെ നമ്മൾ കട പൂട്ടും. കടയൊക്കെ പൂട്ടിയിട്ട് ഞാൻ പൂട്ടിയിട്ടുണ്ടല്ലോ കൊണ്ട് പോകും. അത് പൊട്ടിക്കാൻ ഒരു ചെറിയ കരിങ്കല്ലോ അല്ലെങ്കിൽ ഒരു ആമറോ മതി, അത് അടിച്ചാൽ പൊട്ടും. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിച്ചാൽ എന്താ ഉണ്ടാവും? നമുക്ക് അസ്വസ്ഥരല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പൂട്ടിയിട്ടുണ്ട് എന്നുള്ള സമാധാനത്തിൽ നമ്മളെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കിടന്നുറങ്ങും. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മളുടെ ലോകം നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇനി നമുക്ക് എങ്ങനെ ചിന്തിച്ചു തുടങ്ങാം എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. എങ്ങനെ ചിന്തിക്കണം, ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെ നമ്മളുടെ ബ്രെയിൻ്റെ ചിന്തയുടെ ഭാഗങ്ങളെ നമുക്ക് ചിന്തകൾ നടക്കുമ്പോൾ നമ്മൾ ബ്രെയിനെ എങ്ങനെയാണ് പാർട്ടാക്കി തിരിച്ചുകൊണ്ട് നമ്മൾ അതിനെ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും നേരത്തെ തന്നെ എത്തിക്കൊണ്ട് എന്ത് ചെയ്യുക?
എല്ലാ ക്ലാസ്സിലും നിങ്ങൾ ചെയ്യേണ്ടത്, ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഫക്റ്റ് ഉണ്ടായോ ആ എഫക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പിലൂടെ നിങ്ങൾ ഷെയർ. ഓക്കെ, ഷെയർ. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കിട്ടുള്ളൂ, കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടെ കാണൂലേ? അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.